ലോകരാഷ്ട്രങ്ങളുടെ മൗനം. അതിൽ തന്നെ നമ്മുടെ രാജ്യത്തിൻ്റെയൊക്കെ മൗനമൊക്കെ ചരിത്രം എങ്ങനെയാണ് രേഖപ്പെടുത്തുക എന്നത് ഒരുപക്ഷെ നമ്മൾ കാണില്ലായിരിക്കും, വരും തലമുറകൾ കാണുമായിരിക്കും. ഇത്രമാത്രം വലിയ ഒരു അങ്ങേയറ്റം നിന്ദ്യമായിട്ടുള്ള അതിക്രൂരമായിട്ടുള്ള ചില കാര്യങ്ങൾ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുമ്പോൾ എന്താ ലോകം ചെയ്തത് എന്നുള്ളത്. ഇപ്പം ഫ്രാൻസ്, ബെൽജിയം, UK, പോർച്ചുഗൽ, ഓസ്ട്രേലിയ, കാനഡ എന്ന് പറഞ്ഞാൽ ലോകത്ത് മുഴുവൻ പറഞ്ഞാൽ അറിയുന്ന രാജ്യങ്ങൾ ഇവർക്ക് വേണ്ടി നിൽക്കുകയാണ്. അതിലേറ്റവും പ്രധാനപ്പെട്ടതായിട്ട് ഈ ഒടുവിൽ ഞാൻ കണ്ടത് ഈ ഇറ്റലിയോട് ആദരവ് തോന്നും. അവിടെ മിലാനിൽ വലിയ പ്രൊട്ടസ്റ്റ് നടക്കുകയാണ്. അതായത് രാജ്യത്തിനകത്തെ പൗരന്മാരെന്തെങ്കിലും ബുദ്ധിമുട്ട് നേരിട്ടാൽ എങ്ങനെയാണോ രാജ്യത്തിനകത്ത് ആഭ്യന്തരമായിട്ട് അവർ സമരം നടത്തുക, അതുപോലത്തെ സമരം അവർക്ക് കാണുകയോ അറിയുകയോ ചെയ്തിട്ടില്ലാത്ത പലസ്തീന എന്ന രാജ്യത്തെ ജനങ്ങൾക്ക് വേണ്ടിയിട്ട് ഇറ്റലിക്കാർ നടത്തുകയാണ്. അവിടുത്തെ വളരെ താഴെത്തട്ടിലുള്ള തൊഴിലാളികളുടെയും ഈ സാധാരണക്കാരുടെയും ട്രേഡ് യൂണിയനുകൾ അവിടെ വലിയ സമരം നടത്തുകയാണ്. അവിടെ അമേരിക്കൻ പതാക കത്തിക്കുന്നു, ആ നിലക്കുള്ള വലിയ സമരം അവിടെ നടത്തുകയാണ്. ഇസ്രായേലുമായിട്ട് എല്ലാ ബന്ധങ്ങളും കട്ട് ചെയ്യണം എന്നാണ് അവരുടെ ആവശ്യം. ഇപ്പോൾ ക്രിക്കറ്റ് UEFA അവരുടെ ഇസ്രായേലിനെ മാറ്റി നിർത്തണം എന്ന നിലപാടിലേക്ക് പോകുന്നു. ഈ തരം കർക്കശമായിട്ടുള്ള നിലപാടുകളിലേക്ക് രാജ്യങ്ങൾ എത്തിക്കാൻ പക്ഷേ എത്ര മനുഷ്യരുടെ ചോര, എത്ര കുഞ്ഞുങ്ങളുടെ പട്ടിണി, എത്ര കുഞ്ഞുങ്ങളുടെ ഇല്ലാതാകൽ, ഗർഭസ്ഥ ശിശുക്കളുടെ ഇല്ലാതാകൽ ഉണ്ടായി എന്ന് ആലോചിക്കുമ്പോഴാണ് നമുക്ക് അങ്ങേയറ്റം സങ്കടകരമായ ഒരു സാഹചര്യം വരുന്നത്. ഇത് പലസ്തീൻ നിലനിൽക്കുന്ന കാര്യത്തിൽ ഹർഷ നമുക്ക് ഏതെങ്കിലും തരത്തിലുള്ള സംശയം ഉണ്ടാകേണ്ടതില്ല. പലസ്തീൻ ഉണ്ടാകും, എല്ലാ കാലത്തും ഉണ്ടാകും. ഒന്ന് നമ്മുടെ ലോകത്തെ ഭരിക്കുന്ന ഏറ്റവും ഇപ്പം വീറ്റോ പവറുള്ളത് അമേരിക്ക, റഷ്യ, ചൈന, ഫ്രാൻസ്, UK ഈ രാജ്യങ്ങൾക്ക് മാത്രമാണ് വീറ്റോ പവർ ഈ UN-നകത്തുള്ള ഐക്യരാഷ്ട്രസഭയ്ക്ക് ഉള്ളത്. എന്ന് വെച്ചാൽ ഇവരൊക്കെ വലിയ രാജ്യങ്ങളാണ്. ഈ അമേരിക്ക എന്ന് വെച്ചാൽ ഈ വലിയ രാജ്യങ്ങളുടെ തലപ്പത്തിരിക്കുന്ന ആളുകൾ സിക്കായ രോഗാതുരമായ മനസ്സുള്ള ആളുകളായിരിക്കുമ്പോഴുള്ള ഒരു അപകടകരമായ സാഹചര്യമാണ് ലോകം നേരിട്ടുകൊണ്ടിരിക്കുന്നത്. ഇവരെല്ലാം നമ്മളെയൊക്കെ പോലെ എന്നെ ഹർഷനെയും ഈ സാധാരണ മനുഷ്യർ ഓരോരുത്തരെയും പോലെ ഒറ്റ മനുഷ്യരാണ്. ഇപ്പോൾ ബെഞ്ചമിൻ നെതന്യാഹു എന്ന് വെച്ചാൽ ഒറ്റ മനുഷ്യനാണ്, പക്ഷേ അങ്ങേയറ്റം സിക്കായിട്ടുള്ള മനസ്സ്, ഒരു രോഗാതുര മനോനിലയുള്ള ഒരു മനുഷ്യൻ ആണ് അയാൾ എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. അത്രത്തോളം ഇല്ലെങ്കിലും അയാളെ പിന്തുണക്കുന്ന ഒരാളായിട്ട് ഈ ട്രംപ്. അപ്പോൾ പ്രധാനപ്പെട്ട രാജ്യങ്ങളുടെ തലപ്പത്തേക്ക് വരുന്ന ഒറ്റ വ്യക്തികൾ ലോകത്തെ പതിനായിരക്കണക്കിന് ലക്ഷക്കണക്കിന് മനുഷ്യർക്ക് കൊടുക്കുന്ന ഈ ശിക്ഷ എത്രത്തോളമാണ് എന്ന് ലോക ചരിത്രം മനസ്സിലാക്കാനുള്ള ഒരു സംഗതി കൂടിയായിട്ട് ഇത് ചരിത്രത്തിൽ അവശേഷിക്കും. ഇതിനെതിരെ നിന്ന് കൈപൊക്കുന്ന ആളുകൾ, രാജ്യങ്ങൾ, സാധാരണ മനുഷ്യർ ചരിത്രത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട സ്ഥാനങ്ങളിൽ അറിയപ്പെടുമെന്ന് പറയുക, അതിൽ ആശ്വസിക്കുക എന്നല്ലാതെ നമുക്ക് ഈ ഘട്ടത്തിൽ എന്തെങ്കിലും ചെയ്യാനുണ്ട് എന്നെനിക്ക് തോന്നുന്നില്ല. ഞാൻ വിചാരിക്കുന്നു എൻ്റെ രാജ്യം ഇതിനെതിരെ അതിശക്തമായിട്ട് മുന്നോട്ട് വന്നിട്ട് ഈ കുഞ്ഞുങ്ങളെ കൊല്ലുന്നത് നിർത്തണം എന്ന് പറഞ്ഞ് അതിശക്തമായിട്ടുള്ള നിലപാട് പറയണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു ഇന്ത്യൻ പൗരനാണ് ഞാൻ.